പുതിയ സംവിധായകരും പുതിയ പുതിയ പരീക്ഷണങ്ങളും മലയാളത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങൾക്കെല്ലാം അപ്പുറം നമ്മെ വിസ്മയിപ്പിച്ച, നമ്മെ ചിരിപ്പിച്ച, നമ്മെ കിടിലം കൊള്ളിച്ച ഒരു സ്റ്റാർ കൂടെ മലയാളത്തിൽ ജനിച്ചിരിക്കുന്നു, അഥവാ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്. എന്താണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പ്രേക്ഷകരെ അറിയിക്കുവാൻ വേണ്ടി സന്തോഷ് പണ്ഡിറ്റിനെ പ്രേക്ഷകരെക്കാൾ ഏറെ അറിയാവുന്ന ഒരു വിഭാഗം ആൾക്കാരും എന്നോടൊപ്പമുണ്ട്. അത് മറ്റാരുമല്ല, നിരവധി താരങ്ങളോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മിമിക്രി താരങ്ങളാണ്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിറ്റിനെ സ്വാഗതം. സന്തോഷ്, പേഴ്സണലി എനിക്ക് നിങ്ങളോടുള്ള വികാരം എന്താണെന്ന് അറിയില്ല. കാരണം എനിക്ക് നിങ്ങളോട് ബഹുമാനമാണോ, വിമർശനമാണോ, സഹതാപമാണോ, എന്തായാലും ഞാൻ നിങ്ങളെ ഒരു എന്തോന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്തോന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് കാരണം ഈ ലോകത്ത് ഇത്ര ആളുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്തോ ഒരു വികാരം എന്നോട് തോന്നുന്നു. ഒരു സുഹൃത്തെ, താങ്കൾ സാധാരണയായിട്ട് ആർക്കും സംസാരിക്കുവാൻ അവസരം കൊടുക്കാറില്ല. അത് നമ്മൾ ആദ്യമേ ഒരു സൗഹൃദ സംഭാഷണം നേരത്തെ ഓർത്ത് മറ്റുള്ളവരെ വയറുണ്ടാക്കരുത് എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. കാരണം ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ അല്ല അതല്ല സാറേ, എന്താണ് വികാരം എന്ന് സാറിന് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞത്. നമുക്കറിയാം, അനീഷ്, പ്രിയന്നൂർ, ശിവസൂര്യ, സതീഷ്, അങ്ങനെ കുറേയേറെ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന മിമിക്രി താരങ്ങളാണ്. മിമിക്രി ആർട്ടിസ്റ്റുകളിൽ കൊമേഡിയന്മാർ പൊതുവെ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നത്, താങ്കളെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നിങ്ങൾക്ക് ഇവരെ അറിയുമെന്ന് എനിക്കറിയില്ല. ഇവരാരെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി? തീർച്ചയായിട്ടും ഇതിലെ സതീഷ്, ഇവരെ പ്രസാദ്, ഇവരൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ പുതിയ ഒരു ചിത്രം കൂടെ മലയാളത്തിൽ കിട്ടുകയാണെന്ന് അറിയുന്നു. മിനിമോളുടെ അച്ഛൻ. മിനിമോളുടെ അച്ഛൻ. ആദ്യത്തെ പടം കൃഷ്ണനും രാധയും, അതിനുശേഷം സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്. സൂപ്പർ സ്റ്റാർ സന്തോഷ് ഇപ്പോ മിനിമോളുടെ അച്ഛൻ. ഓക്കെ, വഴി ആയിരം തടയുന്നുള്ളൂ, അത് നന്നാനാവില്ല. ആയിരം നൽകുന്നുള്ളൂ, അത് തടയാനാവില്ല. ഉദായിപ്പ് കളിക്കലെ പണിപ്പാടും. സന്തോഷ് പണ്ഡിറ്റ്, താങ്കൾ ആരാ? സിനിമയിൽ താങ്കൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പോ എങ്ങനെ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. മീൻസ് എനിക്ക് ചെറുപ്പത്തിലെ ഫിലിം ഇൻഡസ്ട്രിയോട് താല്പര്യം ഉണ്ടായിരുന്നു. പലരുടെയും ആഗ്രഹം പോലെ തന്നെ എനിക്കും ഒന്ന് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു NOC വീട്ടിൽ നിന്നോ മാരേജ് കഴിഞ്ഞപ്പോൾ വൈഫിൽ നിന്നോ കിട്ടിയില്ല. അങ്ങനെ പോയി ഞാനത് വിട്ടു. ശരിക്കും ആ വിഷയം വിട്ടു. ഞാൻ ശരിക്കും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനമ്മയും മരിച്ചു, വൈദ്യുതി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും ഞാൻ തീർത്തും ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിൽ. അപ്പൊ അതിൽ നിന്ന് വീണ്ടും എൻ്റെ പഴയ താല്പര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക. പിന്നെ ഞാൻ വിചാരിച്ചു, മറ്റുള്ളവർ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ആളുകൾ നമ്മളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് കോടികൾ ചെലവഴിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു സിനിമ നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും 5 കോടി 25 കോടി ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇത്രയും പൈസയൊക്കെ നമ്മളേലും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു ബജറ്റിൽ ഒരു സിനിമ എങ്ങനെ ചെയ്യാം, ഒരു പരീക്ഷണം. ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷണമായി കണക്കാക്കി ഞാനിപ്പോൾ വിചാരിക്കും നമ്മളെപ്പോഴും ഒരു റീസണബിൾ റിസ്ക് എടുക്കണം. ഞാനൊരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ എടുക്കാൻ കഴിയുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇതിന്റെ വിവിധ സെക്ഷൻ മറ്റുള്ളവരെയാണ് ഏൽപ്പിക്കുന്നത്. ഒരിക്കലും അബദ്ധത്തിൽ പോലും 5 ലക്ഷത്തിന് സിനിമ ചെയ്യാനാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും ഞാൻ തന്നെ കവർ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ എല്ലാ വശവും ഞാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ചെയ്ത ഒരു വശത്തിലും 5 പൈസയുടെ വിവരം എനിക്കില്ലായിരുന്നു എന്നാണ് ആത്മാർത്ഥമായിട്ട്. ഇത്രയ്ക്ക് തുറന്ന ഓപ്പൺ മൈൻഡായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയ്ക്ക് സമാധാനപ്രിയനായ ഒരു സന്തോഷ് പണ്ഡിറ്റിനെ നിങ്ങൾ കണ്ടു കാണില്ല. അദ്ദേഹം ആദ്യം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു വിവരമില്ല എന്നുള്ള കാര്യം. സിനിമ ചെയ്യുന്നപ്പോൾ അദ്ദേഹത്തിന് അത്തരമൊരു വിവരമില്ല. ഏറ്റവും മലയാള സിനിമയിലേക്ക് ആ വിവരമില്ലായ്മയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കിയെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഈ ചോദിച്ചോട്ടെ, എത്ര വരെ പഠിച്ചു? ഇപ്പോൾ ഞാനിപ്പോ BA ഇംഗ്ലീഷ് ആയിരുന്നു, പ്രീ ഡിഗ്രി കോഴ്സ്. പലതും പറയുന്നു BA ഇംഗ്ലീഷ് ആണ്. അതെ, പലരും ഇല്ലല്ലോ പഠിച്ച എഞ്ചിനീയറിംഗ്. അതെ,
എനിക്ക് പറയാനൊരു ചാൻസ്. മറ്റുള്ളവർ പറഞ്ഞതൊന്ന് പഠിച്ച എന്നോട് ഞാൻ മുന്നിലുണ്ടാവുന്ന മറ്റുള്ളവരെ ഡിലീറ്റ് പറയാനുള്ള ഒരു ചാൻസ്. അദ്ദേഹം പറയട്ടെ. 3 ഡിഗ്രി 4th ഗ്രൂപ്പ് ആയിരുന്നു, ഡിഗ്രി ഇംഗ്ലീഷാണ്, അങ്ങനെ എടുക്കാം. അല്ലാണ്ട് BA 3rd ഗ്രൂപ്പ് പറയട്ടെ, എനിക്ക് പറയാനുള്ള ചാൻസ്. ഇംഗ്ലീഷ് എടുക്കാൻ പറഞ്ഞു. BA ഇംഗ്ലീഷ് ആയിരുന്നു ചെയ്തത്. അതിനുശേഷം MA ഹിന്ദിയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ എടുക്കാം. BA ഇംഗ്ലീഷ് ഹിന്ദി തന്നെ വേണമെന്ന് ഇവിടെ എടുക്കില്ലെന്ന് പറയുന്നില്ല. അല്ല, ഞാൻ അയാള് ജനങ്ങൾ പറഞ്ഞതുപോലെ ഉത്തരം കൊടുത്താണ്. അതേപോലെ തന്നെ ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MSc ചെയ്യാം. MSc എനി ഡിഗ്രി മതി, സംശയങ്ങൾക്ക് ചോദിക്കാമെന്നാണ്. BSc വേണമെന്നില്ല. അങ്ങനെയാണ് MSc സൈക്കോളജി വരുന്നത് പിള്ളേർ തന്നെ. ഇതിനിടയിലാണ് ഞാൻ ഇത് ഡിപ്ലോമ കോഴ്സ്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്യുന്നത്. അത് ഇതല്ല, അത് ഡിപ്ലോമ ജസ്റ്റ് SSLC +2 മതി. അങ്ങനെ അടിച്ചു. പിന്നെ ഇതിന്റെ ഇടയിലൂടെയാണ് ഞാൻ ഒരേ സമയം 5 കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ PGDCA, അത് ഇത്തരം കോഴ്സ് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ്, സ്റ്റെനോഗ്രാഫി, ഇങ്ങനെയുള്ള കുറെ ഒരു ഡിപ്ലോമ ഇൻ അസ്ട്രോളജി. ഞങ്ങൾക്ക് വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ജ്യോതിഷം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡിപ്ലോമ ഇൻ അസ്ട്രോളജി. 10 രൂപ ഒരു വെള്ളക്കടലാസ് ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ആർക്കും എന്തും അറിയാൻ കഴിയും. താങ്കളുടെ 3 ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? ദുബായിൽ +2 പഠിച്ച 3 ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ഇവിടുന്ന് കിട്ടിയിരുന്നു. ഇത്രയും പഠിച്ചതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ത് നേടിക്കും? ഇത്രയും പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുന്ന എന്തെങ്കിലും നേടാനോ അതുകൊണ്ട് 10 രൂപ ഉണ്ടാക്കാനോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഞാനതിന് സിനിമാക്കാരനാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യം ഒരു ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. നമ്മളെ ഒരു കാര്യം പഠിക്കുമ്പോഴാണ് നമുക്ക് എത്രമാത്രം വിവരമില്ല എന്ന് മനസ്സിലാവുള്ളൂ. നമ്മളൊരു പുതിയ സബ്ജക്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ എനിക്ക് ഇത്രയും കാലം അതിൽ വിവരമില്ലല്ലോ എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ പഠിക്കുന്നതിലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ സിനിമയിൽ എനിക്ക് വിവരമില്ലെന്ന് മനസ്സിലായി. ഇത് എനിക്ക് ഒരു പുതിയ അനുഭവമല്ല. ഞാൻ നിങ്ങളോടനെ പറഞ്ഞു, കോളേജ് കുട്ടികൾ പ്രൊജക്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് പക്ഷേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, എന്നെ ഒരുപാട് നിങ്ങൾ നേരത്തെ പറഞ്ഞു, പലരും വിമർശിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. 5 പൈസയിൽ വിവരമില്ലാത്ത എനിക്ക് കൃഷ്ണന്റെ അതേപോലത്തെ ഒരു സിനിമ 5 ലക്ഷത്തിന് ഏത് മോഡലായാലും ചെയ്യാൻ പറ്റുക, അത് ഹിറ്റാക്കാനും സാധിച്ചു. ഇവിടെ എത്രയോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള 25 കോടി 50 കോടി കത്തിക്കുന്നവർക്ക് ഇത്രയും സിനിമ കണ്ടുപിടിച്ചെന്ന് പറയപ്പെടുന്ന മനുഷ്യന്മാർക്ക് എത്ര മനോഹരമായ സിനിമ ചെയ്യും. അപ്പോൾ സിനിമയാണ് ഇവിടെ ഇൻട്രോയിൽ ആൾക്കാർ ഇറങ്ങി വരുന്നതുകൂടെ. താങ്കളുടെ സിനിമകൾ അപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് കാശ് ചിലവാക്കി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണോ? ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ഞാൻ ആരെയും വെല്ലുവിളിച്ച് ചെയ്തതല്ല. പക്ഷെ എന്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഒരു വിഭാഗം സിനിമാക്കാർ എന്നെ എതിർക്കണ്ടേ. ഞാൻ ഭാഗ്യത്തിനെന്ന് പറയാൻ കാരണം, ശരിക്കും ഇവര് എനിക്ക് തന്ന മൈലേജ് വളരെ ചെറുതല്ല. കാരണം അവരിലൂടെയാണ് നീ എങ്ങനെയാണോ ഇങ്ങനെ സിനിമ ചെയ്യാന്ന് ചോദിച്ചിടത്തും ഞാൻ സന്തോഷ് പണ്ഡിറ്റ് സ്റ്റാറിൽ നിന്ന് ഒരു റേഞ്ച് മാറുന്നത്. കാരണം എനിക്ക് അവിടെ മറുപടി പറയാനൊരു അവസരം കിട്ടി. നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിനിമയിലാണെങ്കിൽ കുറെ വില്ലന്മാരുണ്ടാകുമ്പോഴാണ് നായകനെ കയ്യടിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് ശരിക്കും എനിക്ക് ഉത്തരം ഭംഗിയായിട്ട് പറയാൻ പറ്റും. ഒരു ചോദ്യം കൂടെ, താങ്കൾ ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചത് ആരാണ്? എനിക്ക് തോന്നുന്നു ജനങ്ങളെ ബാധിക്കുന്ന ഒരു, തീർച്ചയായിട്ടും ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എത്രയോ പേര് അങ്ങനെ കണക്കാക്കുന്നുണ്ട്. എത്രയോ പേര് താങ്കളുടെ പല ഉത്തരങ്ങളിലെയും ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്റെ വിദ്യാഭ്യാസം ചോദിക്കുമ്പോൾ ഞാൻ എനിക്കിവിടെ ഒരുപാട് ഡിഗ്രികൾ പറയാം, പക്ഷേ താങ്കൾ മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ഇപ്പൊ എനിക്കിപ്പോ സപ്പോസ് എനിക്ക് 2ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉണ്ടോ ചോദിച്ചു, ഞാൻ ഇത്ര നേരം പറഞ്ഞ കളവാൻ ചോദിച്ചു. അല്ല, അങ്ങനെ ഞാൻ ചോദിച്ചു. ഒരു സിനിമ ചെയ്യാൻ ഇത്ര വിദ്യാഭ്യാസം വേണമെന്ന് ബുക്കിൽ എഴുതി വെച്ചിട്ട് അങ്ങനത്തെ നയമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് വിദ്യാഭ്യാസം എല്ലാം തോന്നിയാൽ അങ്ങനെ ചിന്തിച്ചോ. എനിക്ക് നിങ്ങളെ അടുത്ത് എനിക്ക് നെറ്റിൽ ഒട്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചേട്ടാ, ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, നിങ്ങൾക്ക് വിവരം ഉണ്ടോന്നില്ല. അല്ല, നിങ്ങൾ കുറെ എവിടെയെങ്കിലും കുറെ പൈസ കൊടുത്ത് കുറെ സർട്ടിഫിക്കറ്റ് അങ്ങനെയും കിട്ടും. അങ്ങനെ നിങ്ങൾ വാങ്ങി വെച്ചിട്ട് ഞാൻ ഇന്നെ കോഴ്സ് ചെയ്തത് വെറുതെ ഡയലോഗ് പറയാം. അതുകൊണ്ട് വിവരമുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതിന് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വ്യക്തിയോട് സംസാരിക്കുന്ന മനസ്സിലാക്കണം. അതാണ് പ്രശ്നം. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല, നിങ്ങൾ തോന്നാണെങ്കിൽ അങ്ങ് വിട്ടേക്ക്. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് പ്ലീസ് എന്നെ സൂപ്പർ സ്റ്റാറെ കണക്കാക്കുക, പ്ലീസ് സൂപ്പർ സ്റ്റാറെ കണക്കാക്കി ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് പറയുന്നില്ല. ഇഷ്ടമുള്ള പുതിയ മനുഷ്യന്റെ കണക്കാക്കിയ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മെഗാ സ്റ്റാറിലെ ഞാൻ അവസാനം പറഞ്ഞ മെഗാസ്റ്റാർ വിചാരം ഉണ്ടല്ലോ, അതെന്നെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ചേട്ടൻ വന്ന് ഇവിടെ ഇരുന്ന സമയം മുതൽ ചേട്ടൻ ഇറന്ന് കൈ ഇരിക്കുന്നുണ്ട്. അത് ഇറങ്ങി മുദ്രയാണോ? അത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വേദങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വേദങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ ഇത് ശരിക്കും യോഗയുടെ ഭാഗമാണ്. ഞാനിപ്പോൾ ഇരുന്നപ്പോഴല്ല 24 മണിക്കൂർ നിങ്ങൾക്ക് പുറമേ തന്നെ ഇത് സന്തോഷം വേണ്ടിയിട്ടാണോ എന്ന് മനസ്സിലാക്കിയ എളുപ്പവഴിയുണ്ട്. അതായത് നമ്മുടെ കൈ എന്ന് പറയുന്നത് പഞ്ചഭൂത, നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. ആകാശം, അഗ്നി, വായു എന്നുണ്ട്. അപ്പോൾ ഈ കൈ അഗ്നിയെയും ഈ കൈ വായുവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളെല്ലാം
നമ്മുടെ കൈവിരലിലാണ് കണക്ട് ആവുന്നത്. അപ്പൊ ഈ അഗ്നി വായുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ 2 വിരലുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ IQ ലെവൽ വർദ്ധിക്കുന്നതാണ് പറയുന്നത്. ഈ വിഷയം ചെയ്തു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ്സിൽ എന്ത് കാര്യവും ഞാൻ ഒരു ബുക്കിൽ വായിക്കുന്നതുകൊണ്ട് മാത്രം ഞാനത് വിശ്വസിക്കാറില്ല. ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടേ പറയാറുള്ളൂ. പിടിച്ചിരുന്നത് നമുക്കത് വലിയൊരാളാകാൻ പറ്റുമായിരിക്കും അല്ലേ? അതല്ല ഞാൻ പറയുന്നത്, എന്നെ പോലെയാണ് അത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ അവരുടേതായ അല്ല, ഞാൻ പറഞ്ഞു ഇത് പിടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആവോ IQ കൂടുമോ എന്നല്ല ഞാൻ പറഞ്ഞു. IQ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. അല്ല പക്ഷെ ഞാൻ പറയട്ടെ, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയുന്ന ബുദ്ധിയുടെ തല ലേശം കൂടുന്നതാണ്. ആ ബുദ്ധിയുടെ ഒരു ബുദ്ധി ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇങ്ങനെ നമ്മള് വെച്ചുകൊണ്ടിരിക്കുന്ന വിട്ടേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണോ നിങ്ങൾ കുറെ ജോലികൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. 10% സിനിമയുടെ ആത്മാർത്ഥ